നമ്മൾ പഠിച്ചു വന്നത് സൂറത്തുൽ ഹജ്ജാണ്. അതിൻ്റെ 51 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ദിവസം ഓതി പഠിച്ചത്. കഴിഞ്ഞ ദിവസം വരാത്തവർക്ക് വേണ്ടി അതൊന്നുകൂടി ഓതാം. സൂറത്ത് ഹജ്ജിൻ്റെ 49 മുതൽ 51 വരെ എല്ലാവരും ഓതിക്കോളൂ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുൽ യാ അയ്യുഹന്നാസു ഇന്നമാ അന ലക്കും നദീറും മുബീൻ. ലഹും മഗ്ഫിറത്തുൻ വറിസ്ഖുൻ കരീം വല്ലദീന സഅൂ ഫീ ആയാതിനാ മുആജിസീന ഉലൈക അസ്ഹാബുൽ ജഹീം. അല്ലാഹുവിൻ്റെ റസൂലിനെ വിളിച്ചിട്ട് പറയണ, നബിയെ പറഞ്ഞു കൊടുക്കുക ജനങ്ങളോട്, ഞാൻ നിങ്ങൾക്കുള്ള താക്കീതുകാരനാണ്. സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും ചെയ്യുന്ന ആളുകൾക്ക് മഗ്ഫിറത്തുണ്ട്, റിസ്ഖുൻ കരീം, സ്വർഗമാകുന്ന വിശാലമായ ഉപജീവനം പടച്ചോൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. വല്ലദീന സഅൂ ഫീ ആയാതിനാ മുആജിസീൻ, അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ആരെങ്കിലും അശക്തരാകുക അല്ലെങ്കിൽ നിഷേധിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ഉലൈക അസ്ഹാബുൽ ജഹീം, അവർ നരകക്കാരാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കമുള്ള മുഴുവൻ പ്രവാചകന്മാർക്കുമുള്ള ഒരു സവിശേഷത രേഖപ്പെടുത്തുകയാണ് അടുത്ത ആയത്തിൽ. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ വലാ നബിയ്യിൻ ഇല്ലാ ഇദാ തമന്നാ. ഒദിക്കും وما أرسلنا من قبلك من رسول ولا نبي إلا إذا تمنى إلا إذا تمنى ألقى الشيطان في أمنيته فينسخ الله ما يلقي الشيطان فينسخ الله ما يلقي الشيطان ثم يحكم الله آياته والله عليم حكيم. ليجعل ما يلقي الشيطان فتنة للذين في قلوبهم مرض والقاسية قلوبهم وإن الظالمين لفي شقاق بعيد. وإن الظالمين لفي شقاق بعيد. ആയത്തുകൾ ഓതുമ്പോൾ നമ്മളിപ്പോൾ ഖുർആൻ പാരായണത്തിൽ ശ്രദ്ധിക്കുന്നൊരു മാസമാണ്. എപ്പോഴും ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു അദബ് പരമാവധി ഓതും ഉണ്ടാകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഖിബ്ലക്ക് നേരെ ഇരുന്ന് ഓതുന്നതാണ് അഫ്ളലായ രീതി. മുസഹഫുകൾ ഉപയോഗിച്ച് ഓതുകലാണ് ഏറ്റവും പ്രതിഫലാർഹമായ കാര്യം. ഒരാൾ മൊബൈലിലോ ആപ്പിലോ നോക്കി ഓതും തെറ്റൊന്നുമില്ല. മറ്റൊന്ന്, അതിൻ്റെ അർത്ഥവും സാരാംശവും അറിഞ്ഞുകൊണ്ട് ഓതുക. അതിനെ പഠിക്കുമ്പോഴേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. മറ്റൊന്ന്, തെറ്റുകൂടാതെ പാരായണം ചെയ്യുക.
ഓതുന്ന അക്ഷരങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഉച്ചരിച്ച് പഠിക്കണം. ആയത്തുകളുടെ അർത്ഥം തന്നെ മാറിപ്പോകാൻ മാത്രമുള്ള കാരണമാണ് ഉച്ചാരണത്തിൽ വരുന്ന വകഭേദങ്ങൾ. അതിനാണ് നമ്മൾ സ്ഥിരമായിട്ട് മുടങ്ങാതെ തജ്വീദൊക്കെ പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നത്. വമാ അർസൽനാ മിൻ ഖബലിക, മിൻ ഖബലിക അല്ല, ഉച്ചാരണം നോക്കിയാൽ മിൻ ഖബലിക എന്നാണ് എഴുതിയിട്ടുള്ളത്. മിൻ ഖബലിക മിർ റസൂലിൻ, അതിന് ഖുർആനിൽ തന്നെ അടയാളം കൊടുത്തിട്ടുണ്ട്. മിൻ റസൂൽ എന്നുള്ളതിൽ നൂനിന് സുക്കൂന് കൊടുത്തിട്ടുണ്ടാവില്ല, കാണൂല. അതിൻ്റെ അർത്ഥം കാണിക്കാതെ ഓതണം എന്നാണ്. മിർ റസൂൽ, മിൻ റസൂൽ എന്ന് പറയാതെ മിർ റസൂലിൻ വലാ നബിയിൻ ഇല്ലാ ഇദാ തമന്നാ അൽഖ. ആ തമന്നാ എന്ന് കഴിഞ്ഞിട്ട് ചെറിയൊരു വരട്ട് കൊടുത്തിരിക്കുന്നത് നീട്ടാൻ വേണ്ടിയിട്ടാണ്. അത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അത് തമന്നാ അൽഖ ശൈത്വാനു ഫീ ഉംനിയതി. നിങ്ങളെ ഖുർആനിലുണ്ടോ ഫീ എന്ന് പറഞ്ഞൊരു ഒരു വര അധികം കൊടുത്തിട്ടുണ്ടോ, നീളം കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. അപ്പോൾ ഫീ നീട്ടാനുണ്ട്. ഫീ ഉംനിയതി ഫയൻസഖുല്ലാഹു, യൻസഉ എന്ന് പറയരുത്, യൻസഹു എന്ന് പറയരുത്, യൻസഖു അവിടെ ഖാ വരണം. ഫയൻസഖുല്ലാഹു മാ യുൽഖി ശൈത്വാനു, ശൈത്താൻ അല്ല, അത് മലയാളത്തിലൊക്കെയാണ് ശൈത്താൻ, അറബിയിൽ ഷെയ്ത്വാനാണ്, ഷെയ്ത്വാൻ. മാ യുൽഖി ശൈത്വാനു സുമ്മ യുഹ്കിമുല്ലാഹു ആയാതി വല്ലാഹു അലീമുൻ ഹകീം. ഹകീം, ഹകീം, വല്ലാഹു അലീമുൻ ഹകീം. ആയത്ത് മാത്രം നോദിക്കും. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ വലാ നബിയ്യിൻ ഇല്ലാ ഇദാ തമന്നാ അൽഖ ശൈത്വാനു ഫീ ഉംനിയതിഹി ഫയൻസഖുല്ലാഹു മാ യുൽഖി ശൈത്വാനു. വല്ലാഹു അലീമുൻ ഹകീം. അടുത്ത ആയത്തിൽ ഓതുമ്പോൾ ലിയജ്അല, ലിയജ്അല മാ യുൽഖി, ഖാഫാണ്, യുൽഖി ശൈത്വാനു ഫിത്നതൻ ലില്ലദീന, ഫിത്നതൻ എന്ന് പറയണ്ട, ഫിത്ന, ഫിത്നതൻ ലില്ലദീന ഫീ ഖുലൂബിഹിം മറദ്. രണ്ട് മീമ് ഒരുമിച്ച് വന്ന് അല്ലെങ്കിൽ രണ്ട് അക്ഷരങ്ങൾ ഇങ്ങനെ വരും ചിലപ്പോൾ. അപ്പോൾ ഇത് രണ്ടിനെയും കൂടെ ചേർത്ത് കട്ടി കൂട്ടിയിട്ട് ഫീ ഖുലൂബിഹിം മറദുൻ വൽ ഖാസിയതി ഖുലൂബുഹും വഇന്നല്ലാലിമീന, ഇന്ന അന്ന അങ്ങനെ വരുമ്പോൾ അത് എല്ലായിടത്തും ഒരേപോലെ. വഇന്നല്ലാലിമീന ലഫീ ശിഖാഖിൻ ബഈദ്, ശിഖാഖിൻ എന്ന് തൻവീന് വരാതെ ഉച്ചരിക്കുക. ശിഖാഖിൻ ബഈദ് അവിടെ തന്നെ ഖുർആനിൽ കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു മീം ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. ശിഖാഖിൻ എന്ന് പറയാതെ ശിഖാഖിം എന്ന് പറയാനാണത്. ലഫീ ശിഖാഖിൻ ബഈദ്. ആയത്തോടിരിക്കെ ലിയജ്അല എന്നുള്ള ആയത്ത്. ആയത്ത് രണ്ടായത്തുകളാണ് നമ്മൾ ഓതിയിട്ടുള്ളത്. അർസൽനാ മിൻ ഖബ്ലിക്, നബിയെ താങ്കളുടെ മുമ്പ് ഒരു നബിനെയും നാം അയച്ചിട്ടില്ല. അപ്പം അത് കളവല്ലേ? ഖുർആനിൽ കളവുണ്ടാകും. നബിയെ താങ്കളുടെ മുമ്പ് ഒരു നബിയെയും നാം അയച്ചിട്ടില്ല. അത് ഖുർആനിൻ്റെ ഒരു ശൈലി. ലാ ഇലാഹ, ആരാധ്യനേ ഇല്ല. എന്നിട്ട് കാര്യം പറയും, ഇല്ലല്ലാ, അല്ലാഹു ഒഴികെ. ശക്തി കൂട്ടാണ്. നബിയെ നിങ്ങളുടെ മുമ്പ് ഒരു നബിനെയും മിർ റസൂലിൻ, ഒരു റസൂലിനെ അയച്ചിട്ടില്ല. വല നബിയിൻ, ഒരു നബിനെയും അയച്ചിട്ടില്ല. അത് രണ്ടാണോ? നമ്മൾ മുഹമ്മദ് നബി എന്നും പറയും, മുഹമ്മദ് റസൂൽ എന്നും പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം.
അത് നബി റസൂലും നമ്മൾ രണ്ടും ഒന്ന് തന്നെയല്ലേ? അല്ല. റസൂൽ എന്ന് പറഞ്ഞാൽ വേദഗ്രന്ഥം ലഭിച്ച് ഒരു സമൂഹത്തിന്റെ മുമ്പിൽ ഇറങ്ങി നയിച്ച് പ്രബോധനം നടത്തിയെങ്കിൽ റസൂൽ എന്ന് പറയും. ആദ്യത്തെ റസൂല് നൂഹ് നബിയാണ്. നൂഹ് നബിക്കാണ് ഒരു കൗമിനെ കിട്ടിയിട്ട് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി ദൗത്യം നിർവഹിച്ച ആള്. റസൂലായത് നൂഹ് നബിയാണ്. ആദം റസൂൽ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് എവിടെങ്കിലും? ഇല്ല. എന്താ കേൾക്കാത്ത? ആദം റസൂലല്ല, ആദം നബിയാണ്. എന്തുകൊണ്ടാ? ഒരു കൗമിനെ കിട്ടിയിട്ട് കൗമിന്റെ ഇടയിൽ ഇറങ്ങിയിട്ട് ദൈവത്തെ നടത്തിയിട്ടില്ല, ആവശ്യം വന്നിട്ടില്ല. അപ്പൊ ആദം നബിനെ എന്താ പറയുക? ആദം നബിയാണെന്ന് പറയാ. എന്നാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുമാണ്, അല്ലെങ്കിൽ നബിയുമാണ്. രണ്ട് സ്ഥാനം കൂടെ. അപ്പം ഈ നബി, താങ്കളുടെ മുമ്പ് വന്ന ഏതെങ്കിലും ഒരു റസൂലിനെയും അയച്ചിട്ടില്ല, ഒരു നബിനെ അയച്ചിട്ടില്ല. ഇല്ലാ ഇദാ തമന്ന, അവർ എന്തെങ്കിലും അവരുടെ വേദം പാരായണം ചെയ്യുമ്പോൾ, തമന്ന തലാ യത്ലു, പാരായണം ചെയ്യുമ്പോൾ, അൽഖശ്ശൈത്വാനു, ശൈത്താൻ അവർക്ക് ഇട്ടുകൊടുക്കും, ഫി ഉംനിയതിഹി, അവരുടെ പാരായണത്തിൽ. അള്ളാന്റെ ആയത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് ജനങ്ങൾക്ക് ഓതി കേൾപ്പിച്ചു കൊടുക്കുമ്പോൾ ശൈത്താന്റെ വകയിട്ട് എന്തെങ്കിലും ഒന്നും ഇതിൻ്റെ ഇടയിൽ കൂടെ കുത്തി നിറക്കാൻ വേണ്ടി നല്ല ശ്രമം നടത്തും. എല്ലാ നബിമാരുടെയും വഹീന്റെ സന്ദേശത്തിന്റെ ഇടയിൽ ശൈത്താൻ ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒരു വാക്ക്, ഒരു സെന്റൻസ് ഒന്ന് കയറി വരാൻ ശൈത്താൻ നന്നായി ശ്രമിക്കും. പക്ഷേ അള്ളാഹ് സംരക്ഷിക്കാൻ, നബിമാർക്കും വഹീനുമുള്ള സംരക്ഷണമാണ് ഫയൻസഹു, ദുർബലമാക്കും. അല്ലാഹു മാ, ഏതൊരു കാര്യം, യുൽഖി ശൈത്താൻ, ശൈത്താൻ അവർക്ക് ഇട്ടുകൊടുക്കുന്ന കാര്യം ഇതിൻ്റെ ഇടയ്ക്ക് കയറാൻ സമ്മതിക്കൂല. അത് പതുക്കെ അല്ലാഹു തആല തന്നെ അവരെ മറപ്പിച്ച് കളയുകയോ അല്ലെങ്കിൽ തട്ടിത്തെറിപ്പിക്കുകയോ ചെയ്ത് അത് ഒഴിവാക്കി കൊടുക്കും. സുമ്മ, പിന്നീട്, യുഹ്കിമുല്ലാഹു ആയാതിഹി, അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഉറപ്പിച്ചു നിർത്തും. മറ്റതൊക്കെ മറപ്പിക്കും. അള്ളാഹിന്റെ ആയത്തുകളെ സ്ഥാപിച്ച് ഉറപ്പിച്ച് ശക്തിപ്പെടുത്തും അല്ലാഹ്. അതിൻ്റെ ഇടയിൽ വേറൊന്നും കയറാൻ സമ്മതിക്കൂല. വല്ലാഹു അലീമുൻ ഹകീം, അല്ലാഹ് എല്ലാം അറിവുള്ളവനാണ്, അല്ലാഹ് മഹായുക്തിമാനാണ്. അള്ളാഹിന്റെ അറിവ്, അള്ളാഹുവിന്റെ കഴിവ്, അതിൻ്റെ അപ്പുറമൊന്നും ഇവിടെ വേറെ ഒന്നുമില്ലല്ലോ. അള്ളാഹുവിന്റെ മഹത്തായ ഹിക്മത്തിന്റെ ഉടമയാണ്. ليجعل ما يلقي الشيطان فتنة للذين في قلوبهم مرض. ليجعل, ആക്കുവാൻ വേണ്ടിയിട്ടാണ്. എന്തിനാ ശൈത്താൻ ഇങ്ങനെ ഇടയിൽ കൂടെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നത് വഹീന്റെ ഇടയിൽ കൂടെ? ലിയജഅല, ആക്കാൻ വേണ്ടിയാണ്. മാ, ഒരു കാര്യം, യുൽഖി ശൈത്താൻ, പിശാച് ഇട്ടുകൊടുക്കാൻ ശ്രമിക്കുന്നത്, ഫിത്നതൻ, ഫിത്ന ഉണ്ടാക്കാനാണ്. ഏറ്റവും സിമ്പിളായ പരിപാടിയാണ് ഫിത്ന ഉണ്ടാക്കുക. എന്തിനാ ചങ്ങായി സംഘടന പോണ്? എന്തിനാ ക്ലാസ്സിലിരിക്കണം? എന്തിനാ മീറ്റിങ്ങിന് പോണ്? ആ രണ്ട് വാക്ക് കേട്ടാൽ മതി, പിന്നെ നമ്മൾ ഉഷാറായി. ഒറ്റ ഫിത്ന. ശൈത്താൻ എന്താണ് പ്രവാചകന്മാർക്ക് ഈ വഹയി കിട്ടുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കയറാൻ വേണ്ടി ശ്രമിക്കണം. എന്തിനാണ്? റസൂലുമാർ ഫിത്നയിലായാൽ ആ കൗമ ഫിത്നയിലാവും. എല്ലാം സിമ്പിളായില്ലേ? റസൂലുമാരെ ഫിത്നയിലാക്കിയാൽ, വഹയി ഫിത്നയിലാക്കിയാൽ പിന്നെ എല്ലാം എളുപ്പമായില്ലേ? ആ ഫിത്ന ഉണ്ടാക്കാൻ ശ്രമിക്കും. ആർക്കാണത് കിട്ടുക? ലില്ലദീന, ഒരു കൂട്ടം ആളുകൾക്ക്, ഫീ ഖുലൂബിഹിം മറദുൻ, കൽബിന് രോഗം ബാധിച്ച ആൾക്കാർക്ക് ആ വാക്ക് കിട്ടിയാൽ മതി, ഒലൈമങ്ങനെ കയറും. വൽ ഖാസിയതി ഖുലൂബുഹും, ഹൃദയം കഠിനമായ ആളുകൾക്കും, ഹൃദയം കഠിനമായ ആളുകൾക്കും കൽബിന് എന്തെങ്കിലും അസുഖമുള്ള ആൾക്കാർക്കും ഇത്തരത്തിലുള്ള പിശാചിന്റെ എന്തെങ്കിലും ഒരു വസ്വാസിന്റെ വാക്ക് കിട്ടിയാൽ ഫിത്നയിലാകും. പിന്നെ ദീന് വേണ്ട, ഇസ്ലാമ് വേണ്ട, റസൂല് ശരിയല്ല, നോമ്പില്ല, നിസ്കാരമില്ല, എത്ര സിമ്പിളായിട്ട് പോണത്. ഷെയ്ത്താൻ വിജയിക്കണം അവിടെ. ഷെയ്ത്താൻ ആവശ്യം ആ ഫിത്നയാണ്. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, വഇന്നദ്ദാലിമീന, അത്തരത്തിൽ ആ ഫസാദിൽ, ആ ഫിത്നയിൽ പെട്ട് ളാലിമീങ്ങളായാൽ, ലഫീ ഷിഖാഖിൻ ബഈദ്, അവർ അങ്ങേയറ്റത്തെ ബഈദായ ഷിഖാഖിലാണ്. ഷിഖാഖ് എന്ന് പറഞ്ഞാൽ കക്ഷിത്വം, പിളർപ്പ്. സത്യത്തിന്റെ മാർഗത്തിൽ അവർ പിളർപ്പിലാണ്. ബഈദ് എന്ന് പറഞ്ഞാൽ വിദൂരമായ, ഖരീബ് എന്ന് പറഞ്ഞാൽ അടുത്ത്, ബഈദ് എന്ന വിദൂരം എന്നർത്ഥം.
വിദൂരമായ പിളർപ്പിലും കക്ഷിത്വത്തിലാണ്. അവർ നഷ്ടക്കാരാണ്. അവർ അധപ്പതിക്കുന്ന, അവർ ചെന്ന് ചാടുന്നത് മഹാ അപരാധങ്ങളിലേക്കാണ്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ, നബിയെ നിങ്ങൾക്ക് മുമ്പ് ഒരു റസൂലിനെയോ വലാ നബിയിൻ ഒരു പ്രവാചകനെയോ നാം അയച്ചിട്ടില്ല. ഇല്ലാ ഇദാ തമന്ന, അവർ ഓതിക്കൊടുത്താൽ അൽഖശൈത്താനു, ഷൈത്താൻ ഇട്ടുകളയും, ഫി ഉംനിയതിഹി, അവരുടെ ഓതുന്നതിൻ്റെ ഇടയിൽ, അവരുടെ ആ ഓതിക്കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഷൈത്താൻ ചില സംഭവങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ ചേർക്കാൻ നോക്കും. ഫയൻസഹുല്ലാഹു മാ യുൽഖി ഷൈത്താൻ, ഷൈത്താൻ ഇട്ടുകൊടുക്കുന്ന ആ സന്ദേശങ്ങൾ അല്ലാഹു തആല അവിടെ വെച്ച് തന്നെ ദുർബലപ്പെടുത്തും. സുമ്മ യുഹ്കിമുല്ലാഹു ആയാതിഹി, അല്ലാഹുവിൻ്റെ ആയത്തുകൾക്ക് അല്ലാഹു ശക്തിപ്പെടുത്തുകയും പ്രബലപ്പെടുത്തുകയും ചെയ്യും. വല്ലാഹു അലീമുൻ ഹക്കീം, അല്ലാഹ് എല്ലാം അറിയുന്ന അലീമായ ഹക്കീമായ റബ്ബാണ്. ഹക്കീം എന്ന് പറഞ്ഞ യുക്തിജ്ഞാനിയായ അഗാധജ്ഞാനമുള്ളവൻ എന്നർത്ഥമാണ്. എന്തിനാ ഷൈത്താൻ ഇങ്ങനെയൊക്കെ നോക്കുന്നത്? അള്ളാന്റെ വഹീൻ്റെ ഇടയിൽ, ഇസ്ലാമിൻ്റെ സന്ദേശത്തിൻ്റെ ഇടയിൽ ഷൈത്താൻ്റെ ഒരു സന്ദേശം ഇടയിൽ കൂടെ ഇട്ട് കൊടുത്താൽ കുറേ ആൾക്കാർ വസ്വാസിലാവൂലേ, കുറേ ആൾക്കാർ പിഴക്കൂലേ, ഒരുപാട് ഫിത്ന നടക്കൂലേ? അങ്ങനെ ആകാൻ വേണ്ടി തന്നെയാണ്, ലിയജഅല ആക്കുവാൻ വേണ്ടിയാണ്. മാ യുൽഖി ശൈത്വാനു, പിശാച് ഇട്ട് കളയുന്നത്, ഫിത്നതൻ, ജനങ്ങളെ ഫിത്നാക്കാൻ വേണ്ടിയിട്ടാണ്. ആരെ ഫിത്നാക്കാൻ പറ്റുള്ളൂ? ലില്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ, ഖൽബിന് രോഗം ബാധിച്ചോനെ ഫിത്നയിലാക്കാൻ പറ്റും. വൽ ഖാസിയത്തി ഖുലൂബുഹും, കഠിന ഹൃദയത്തിൻ്റെ ആൾക്കാർ, കടുത്ത ഹൃദയത്തിൻ്റെ ആൾക്കാരായി ഈമാൻ ദുർബലപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ അവരെയും ഇത് ബാധിക്കാൻ സാധിക്കും, എളുപ്പമാണ്. വ ഇന്നദ്ദാലിമീന, തീർച്ചയായും അക്രമകാരികൾ, ലഫീ ശിഖാഖിൻ ബഈദ്, വിദൂരമായ കഠിനമായ പിളർപ്പിലാണ്. ശിഖാഖ് എന്ന് പറഞ്ഞ പിളർപ്പ്, കക്ഷിത്വം എന്നൊക്കെ അർത്ഥം വരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തഫ്സീർ വായിച്ചാൽ കാണാൻ സാധിക്കും, അള്ളാഹുവിൻ്റെ ഖുർആനിൽ പല ആയത്തുകളിലും പറയുന്നൊരു പ്രയോഗമാണ് വമാ അർസൽനാ മിർ റസൂൽ. സൂറത്തുൻ നിസാഇന്റെ 64-ാമത്തെ ആയത്തിലും ഇതുപോലെ കാണാം, വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാ, അള്ളാഹുവിൻ്റെ അനുവാദപ്രകാരം അള്ളാഹനെ അനുസരിക്കാനല്ലാതെ ഒരു റസൂലിനെയും നിയോഗിച്ചിട്ടില്ല. സൂറത്തുൽ അഅറാഫിന്റെ 94 കാണാം, വമാ അർസൽനാ ഫീ ഖർയത്തിൻ മിൻ നബിയ്യിൻ ഇല്ലാ അഖദ്നാ അഹ്ലഹാ ബിൽ ബഅസാഇ വദ്ദറാ ലഅല്ലഹും യദ്ദറഊൻ. മുമ്പ് ഒരു നബിനെയും നിയോഗിച്ചയച്ചിട്ടില്ല ഒരു ഗ്രാമത്തിലേക്കും, അവർക്ക് ദുരിതവും കഷ്ടപ്പാടും കൊടുത്തിട്ടുണ്ട്. അത് അവർ വിനയപ്പെടാൻ വേണ്ടിയിട്ടാണ്. സൂറത്ത് യൂസുഫിന്റെ 109 പറയുന്നുണ്ട്, വമാ അർസൽനാ മിൻ ഖബ്ലിക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം മിൻ അഹ്ലിൽ ഖുറ, അവരിൽ നിന്ന് മുൻപ് വന്ന പ്രവാചകന്മാരിൽ പുരുഷന്മാരെയല്ലാതെ നാം പ്രവാചകന്മാരായി നിയോഗിച്ചിട്ടില്ല. സൂറത്തു ഇബ്രാഹിമിന്റെ 4-ാമത്തെ ആയത്തിൽ വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി, മുമ്പ് നിയോഗിച്ച പ്രവാചകന്മാരെ നാം അവരുടെ നാട്ടിലത്തെ ഭാഷയിലല്ലാതെ നിയോഗിച്ചിട്ടില്ല. നബിമാര് സംസാരിച്ചത് ആ നാട്ടിലത്തെ ഭാഷയിലാണ്, അവരുടെ നാട്ടിലത്തെ ഭാഷയിലാണ് സംസാരിച്ചത്. അറബിയിൽ ഖുത്ബ ആക്കണമെന്ന് തർക്കമുള്ള ആൾക്കാർ ഈ ആയത്ത് പഠിച്ചാൽ മതി. സൂറത്ത് ഇബ്രാഹിമിന്റെ 4-ാമത്തെ ആയത്ത്. സൂറത്ത് അംബിയാഇന്റെ 7-ാമത്തെ ആയത്ത്, നമ്മൾ ഈ സൂറത്ത് മുമ്പ് പഠിച്ച സൂറത്ത്, വമാ അർസൽനാ ഖബ്ലക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം, നാം മുമ്പ് നിയോഗിക്കയക്കപ്പെട്ട ആളുകൾ, പുരുഷന്മാരായ പ്രവാചകന്മാർ, അവരിലേക്ക് നാം വഹീ കൊടുത്തിട്ടുണ്ട്. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, അറിവില്ലാത്ത ആളുകൾ ചോദിച്ചു പഠിച്ചോളൂ, മനസ്സിലാക്കിക്കോളൂ. സൂറത്ത് ഫുർഖാനിൽ 20-ാമത്തെ ആയത്തിൽ വമാ അർസൽനാ ഖബ്ലക മിനൽ മുർസലീന ഇല്ലാ ഇന്നഹും ലയഅകുലൂന അത്ത്വആം, നബിമാര് മുമ്പ് ഏതൊരു നാട്ടിലേക്ക് പോയാലും ആ നാട്ടുകാർ പറയും, ഇതെന്ത് നബിയാണ്, ഇയാൾ ഭക്ഷണം കഴിക്കുന്നു, ഇയാൾ ചിരിക്കുന്നു, ഇയാൾ അങ്ങാടി കൂടെ നടക്കുന്നു, ഇതെന്ത് നബിയാണ് എന്ന് ചോദിക്കാത്ത ഒരു ജനതയും കടന്നു പോയിട്ടില്ല. അങ്ങനെ പഠിപ്പിച്ച ഒരായത്താണ്, നബിയെ നിങ്ങൾക്ക് മുമ്പുള്ള ഏത് നബിയാവട്ടെ, ഏതെങ്കിലും റസൂലാകട്ടെ, അവരെ നാം പറഞ്ഞയച്ച് നിയോഗിച്ചയച്ചപ്പോൾ ഷൈത്താൻ അവർക്കിടയിൽ എന്തെങ്കിലും ഒരു ഫിത്നയുണ്ടാക്കാനുള്ള സന്ദേശം കൊടുക്കാതെ പോകുന്നില്ല എന്ന്. ആയത്തൊന്നുകൂടി ഒതുക്കി, വമാ അർസൽനാ മിൻ ഖബ്ലിക വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ വലാ നബിയ്യിൻ
ഇല്ലാ ഇദാ തമന്നാ അൽഖ ശൈത്വാനു ഫീ ഉംനിയതിഹി ഫയൻസഖുല്ലാഹു മാ യുൽഖി ശൈത്വാനു ثم يحكم الله آياته والله عليم حكيم. അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഖദ് ദക്കറ കസീറും മിനൽ മുഫസ്സിരീൻ, ഒരുപാട് മുഫസ്സിരീങ്ങൾ ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. ഖിസ്സത്തുൽ ഖറാനീഖ് വമാ കാന മിൻ റുജൂഇ കസീരിൻ മിനൽ മുഹാജറതി ഇലാ അർളിൽ ഹബശ ലന്നം മിൻഹും അന്ന മുശ്രികൈ ഖുറൈശ് ഖദ് അസ്ലമൂ. അതായത് ഒരുപാട് ആളുകൾ ഹിജറ പോയ ആൾക്കാരുണ്ടായിരുന്നു ഹബശയിലേക്കും എത്യോപ്യയിലൊക്കെ. ആ സമയത്ത് നാട്ടിലൊരു വാർത്ത പ്രചരിച്ചു, നമ്മളെ ഖുറൈശികളൊക്കെ മൊത്തം ഇസ്ലാം മതം സ്വീകരിച്ചു എന്നുള്ളൊരു വാർത്ത ശൈത്താനിയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പല മെസ്സേജുകളായിട്ട് ഇങ്ങനെ പ്രചരിപ്പിച്ചാണ്. ഇത് കേട്ടപ്പോൾ ഹിജറ പോയ കുറേ ആൾക്കാർ മടങ്ങി വന്നു ഹബ്ശയിൽ നിന്ന് മക്കത്തേക്ക്. വലാകിൻഹാ മിൻ തുറുഖിൻ കുല്ലഹാ മുർസല വലം അർഹാ മുസ്നദ മിൻ വജ്ഹിൻ സ്വഹീഹ് വല്ലാഹു അഅലം. ഈ ചരിത്ര സംഭവം എടുത്തുകൊണ്ട് ഒരുപാട് ആളുകൾ വിശദീകരണമായി പറയാറുണ്ട്. പക്ഷേ സ്വഹീഹായ രൂപത്തിൽ ഇത് കാണാൻ നമുക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞിട്ട് ഈ ആയത്ത് വിശദീകരിക്കുന്ന സമയത്ത് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, എന്താണ് ശൈത്താൻ ഇട്ടുകൊടുക്കുക എന്ന് പറയുന്നത്? അതിൽ ഒരു ആയത്തിറങ്ങാണ്, അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ വ മനാത സാലിസത്തൽ ഉഖ്റ. ഈ ആയത്ത് ഇറങ്ങണതിൻ്റെ ഇടയിൽ കൂടെ ശൈത്താന് ഇങ്ങനെ ഒരു സന്ദേശം ഇട്ട് കൊടുക്കണം, തിൽക്കൽ ഖറാനി ഖൽ ഗുലാ വ ഇൻ ശഫാഅതഹുന്ന തർതജി. അതേ ആയത്തിനോട് സാദൃശ്യമായ മറ്റൊരു സന്ദേശം ഇട്ട് കൊടുക്കുക. ഇത് കേട്ടപ്പോൾ ചില ആളുകളെങ്കിലും ഇതും ഖുർആനാണ് എന്ന ധാരണയിലേക്ക് വരികയും ഫഅൻസലല്ലാഹു ഹാദിഹിൽ ആയ, അപ്പോഴാണ് അള്ളാഹു ഈ ആയത്തിറക്കിയിട്ട് അള്ളാഹുവിൻ്റെ ആയത്തിനെ കൂടാതെ ശൈത്താൻ ചില കാര്യങ്ങൾ ഇട്ടുകൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് അത്തരം കാര്യങ്ങളെ മായ്ച്ചു കളയും, മറപ്പിച്ചു കളയുകയും ജനങ്ങളുടെ നാവിൽ നിന്നും പ്രവാചകന്റെ വാക്കിൽ നിന്നൊക്കെ മറപ്പിച്ചു കളയുകയും ചെയ്തുകൊണ്ട് അതിനെ ഭദ്രമാക്കുകയാണ് അള്ളാഹു തആല ചെയ്തത്. ശൈത്താൻ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, കൽബിന് മറന്നുള്ള ആളുകളുടെ മനസ്സിൽ വസ്വാസം ഉണ്ടാക്കുക. നമ്മളൊക്കെ നിരന്തരം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണല്ലോ ഖുൽ അഊദു ബിറബ്ബിന്നാസ്. അതിൽ പറയുന്നുണ്ടല്ലോ വസ്വാസിൽ ഖന്നാസ്. സത്യത്തിൽ അത് മതി ഒരു മനുഷ്യനെ അയാളെ ദീനിൽ നിന്ന് ഇങ്ങനെ മാറ്റിക്കളിക്കാൻ. അപ്പോൾ നമ്മൾ പള്ളിയിലൊക്കെ നിസ്കരിക്കാൻ വരുന്ന കുറേ ആൾക്കാർ, അയാൾക്ക് ശരിക്കും നിസ്കരിക്കാൻ കഴിയില്ല. എന്താ വെച്ചാൽ അയാൾക്ക് നിസ്കാരം ശരിയായില്ല, അയാൾ കൈ കെട്ടുമ്പോൾ ഒന്നുകൂടെ കെട്ടി നോക്കും, എന്നിട്ട് കെട്ടയിക്കും, ശരിയായ എല്ലായിടത്തും, എന്നിട്ട് പിന്നെ ഒന്നുകൂടി പിടിച്ച് കെട്ടും. ചിലപ്പോൾ അയാൾ ഫുള്ള് ജമാഅത്തിൽ പങ്കെടുക്കും, എന്നിട്ട് ജമാഅത്തിൽ പങ്കെടുത്തിട്ട് പിന്നെ അയാൾ മൂലക്ക് പോയിട്ട് പിന്നെ അയാൾ ഒറ്റക്ക് പോയി നിസ്കരിക്കണം. അയാൾക്ക് ഇത് ശരിയായില്ല എന്നുള്ള തോന്നൽ വരും, എന്നിട്ട് അയാൾ പോയി ഒറ്റക്ക് നിസ്കരിക്കും. അയാൾക്ക് ഇവിടുന്ന് നിസ്കരിച്ച് ശരിയായില്ല തോന്നിയിട്ട് പിന്നെ അയാൾ വേറെ പള്ളിയിൽ പോയി നിസ്കരിക്കും. അങ്ങനെ കുറേ ആൾക്കാർ ഒതുണ്ടാക്കുന്നിടത്തുണ്ടാവും. ഒതുണ്ടാക്കി കഴിഞ്ഞാൽ അയാൾ ഒതുണ്ടായി ശരി തോന്നുന്നില്ല, അയാൾക്ക് എന്തെങ്കിലും തോന്നും, എവിടെയെങ്കിലും എന്തോ ഉണ്ടെന്ന് തോന്നും, പേരിന് എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് കണ്ടാൽ മതി അതിൻ്റെ മേത്തായിട്ടുണ്ടോ എന്നുള്ള സംശയം തോന്നുന്നിട്ട് അദ്ദേഹം അങ്ങനെ കടന്നിട്ട് അങ്ങനെ ഒരുപാട് പ്രയാസമുണ്ട്. ഒരിക്കലൊരു കേസുള്ള ഒരാൾ നമ്മുടെ അടുത്ത് വരുന്നുണ്ടായി. അദ്ദേഹം ഗൾഫ് രാജ്യത്തുള്ള സമയത്താണ്. അദ്ദേഹം പറയുകയാണ്, ഞാനായിരിക്കും പള്ളിയിൽ ആദ്യത്തെ, പക്ഷേ നിസ്കാരത്തിൽ അവസാനത്തെ അത്തഹിയാത്ത് പോലും എനിക്ക് കിട്ടൂല. എൻ്റെ ഈ ഒന്നും ശരിയാവാത്തതുകൊണ്ടും എൻ്റെ ഈ ബേജാറും വസ്വാസും കാരണം കൊണ്ടും എനിക്ക് ശരിയാകണം, ഞാനിനി എന്താ ചെയ്യാന്ന് വെച്ചിട്ട് അദ്ദേഹം ഈ വസ്വാസിന് ചികിത്സ ചോദിച്ച് വന്നൊരു രംഗം ഉണ്ടായിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരൻ 25 വയസ്സുള്ള പയ്യനാണ്. അപ്പോൾ ഒരു മനുഷ്യനെ വല്ലാതെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കും. അവർ ദാമ്പത്യ ജീവിതത്തിൽ വന്നാൽ, കുടുംബജീവിതത്തിലൊക്കെ വന്നാലും വീട്ടിൽ ഭയങ്കര പ്രതിസന്ധികൾ മുമ്പിൽ കടന്നു വരും. അപ്പോൾ വസ്വാസുകൾ ഉണ്ടാക്കിയിട്ട് ആളുകളെ പിന്തിരിപ്പിക്കുക, അതുപോലെ തന്നെ ദീനിൽ നിന്ന് പതുക്കെ പല തെറ്റായ ഊഹങ്ങൾ ഇട്ട് കൊടുത്തിട്ട് അവനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. ഇതുകൊണ്ടാണ് നമ്മളോട് ഖുർആൻ ഓതുമ്പോൾ പോലും ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുർആൻ ഓതുമ്പോൾ അഊദു പറയാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞത്. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. ഇസ്തിആദന്റെ ഗുണം പഠിപ്പിക്കുന്ന ഒട്ടനേകം സംഭവങ്ങളുണ്ട്. ഇതാരെയാണ് ബാധിക്കുക എന്ന് പറഞ്ഞത്? 2 ടൈപ്പ് കൽബുള്ളവരെയാണ് ഇത് ബാധിക്കുക. ഒന്ന് ഫി ഖുലൂബിഹിം മറളുൻ, കൽബിന് രോഗമുള്ള ആൾക്കാർ. ആയത്തൊന്ന് ഒതുക്കി, ലിയജ്അല മാ യുൽഖി ശൈത്വാനു ഫിത്നതൻ ലില്ലദീന ഫീ ഖുലൂബിഹിം മറളുൻ വൽ ഖാസിയതി ഖുലൂബുഹും.
എല്ലാവരും ഓതിയിട്ടില്ല. ഒന്നുകൂടി ഒതുക്കില്ലേ? ജഅല والقاسية قلوبهم وإن الظالمين لفي شقاق بعيد. ഇതിൽ പറയാണ് കൽബിന് മറളുള്ളവര്, ഫീ ഖുലൂബിഹിം മറളും ഫസാദഹുമുല്ലാഹു മറളാ. കൽബിന് സൂക്കേടുള്ള ആൾക്കാർ, അതുപോലെ ശരീരത്തിനൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല, കൽബിന് സൂക്കേടുണ്ടാവും. എന്തൊക്കെയാണ് ആ രോഗങ്ങൾ? നിഫാക്ക് വരാം, അസൂയ വരാം, പക വരാം, വിദ്വേഷം വരാം, വെറുപ്പ് വരാം, വസ്വാസ് വരാം. അങ്ങനെ എല്ലാം മാനസികമായി കൽബിനുണ്ടാകുന്ന രോഗമുള്ള ആൾക്കാരെ ഇങ്ങനത്തെ ഓരോ ആയത്തുകളും ഇങ്ങനത്തെ ഓരോ ശൈത്താനയത്തിൻ്റെ വാക്കുകളും കിട്ടിയാൽ അവരയിമ കൂടും. ഖാസിയത്ത് ഖുലൂബുള്ള ആൾക്കാർ, കടുത്ത ഹൃദയത്തിൻ്റെ ഉടമകൾ, അവർ ഈമാൻ കുറവുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവരെയും ഈ സന്ദേശങ്ങൾ നന്നായിട്ട് ബാധിക്കും. വിശുദ്ധ ഖുർആൻ പറയുന്ന കൽബുകളുടെ കൂട്ടത്തിൽപ്പെട്ട 2-3 കൽബാണ്. കൽബിന് മറന്നുള്ളത് ഖാസിയത്ത് ഖുലൂബ്, പിന്നെ പറഞ്ഞൊരു കൽബ് പറഞ്ഞത് കൽബുൻ സലീം, സുരക്ഷിതമായ കൽബ്, യാതൊരു പോരായ്മയും പോറലുമേൽക്കാത്ത കൽബുൻ സലീം. അതുപോലെ തന്നെ കൽബ് ശുദ്ധീകരിക്കപ്പെട്ട കൽബ്, ഖദ് അഫ്ലഹ മൻ സക്കാഹ എന്ന് പറഞ്ഞ സംസ്കരിക്കപ്പെട്ട കൽബിൻ്റെ ഉടമകൾ. അങ്ങനെ വിശദീകരിക്കപ്പെട്ട കൂട്ടത്തിൽ അല്ലാഹു തആല പലപ്പോഴും പറഞ്ഞതാണ്, ചില കൽബുകളുണ്ട് ഉപദേശം കൊടുത്താലും വഅദ് കേട്ടാലും ആര് വന്ന് പറഞ്ഞാലും എത്ര ആയത്ത് കേട്ടാലും കൽബിനകത്തേക്ക് കയറാത്ത പാറക്കല്ലുകൾ പോലെ അതിനേക്കാൾ അപ്പുറം കടുത്തുപോയ ഹൃദയങ്ങളുണ്ട്. കൽ ഹിജാറ ഔ അശദ്ദ ഖസ്വ, കല്ലിനേക്കാൾ പാറയേക്കാൾ കടുത്തുപോയ ഹൃദയങ്ങളുണ്ട്. അവർക്ക് പിന്നെ ആളുകളുടെ രോഗാവസ്ഥയിൽ സിമ്പതി തോന്നൂല, അവർക്കൊരു മരണം കേട്ടാൽ അവർക്ക് പ്രത്യേകിച്ചൊന്നും തോന്നൂല, അവർക്കിവിടെ ലോകത്ത് എന്ത് നടന്നാലും ഒരു കൽബിനെ ബാധിക്കൂല. അപ്പം അത് കഠിനമായ ഹൃദയത്തിൻ്റെ ഉടമകളായാൽ അവരെയും വസ്വാസിലാക്കാനും നശിപ്പിക്കാനും കഴിയും. ഒന്ന് പറയാം, ളാലിമീങ്ങളായ ആളുകൾ വിദൂരമായ വഴികേടിലാണ്, അങ്ങേയറ്റത്തെ നാശത്തിലാണ് അതുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കി ആയത്തുകൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന, അറിയുന്ന, പഠിക്കുന്ന നമ്മുടെ ഖുർആനിൻ്റെ ഓരോ അക്ഷരങ്ങളും ഓതിയതിൻ്റെയൊക്കെ പ്രതിഫലം അല്ലാഹു നമുക്കെല്ലാം നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും പടച്ച റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ.